വാർത്തകൾ വിശദമായി. UDF മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ഔദ്യോഗിക പ്രഖ്യാപനമുടൻ. കോൺഗ്രസിലും UDFിലും ചർച്ചകൾ തുടരുകയാണ്. കോൺഗ്രസിൽ 8 പേർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. മന്ത്രിസ്ഥാനത്തിനായി ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും പ്രിയങ്കയുടെ നിലപാട് നിർണായകമാകും. മന്ത്രിസ്ഥാനത്തിൽ ഹൈക്കമാൻഡിന്റെ നിലപാടും തേടി. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, ഇപ്പോൾ 8 പേർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഉടൻ തന്നെ മന്ത്രിമാരുടെ പട്ടികയൊക്കെ പുറത്തിറക്കുകയാണ്. അതേസമയം തന്നെ ടേം വ്യവസ്ഥ അംഗീകരിക്കില്ല എന്നൊരു നിലപാടൊക്കെ കടുപ്പിക്കുകയാണ് മണി സി കാപ്പനും അനൂപ് ജേക്കബും ഒക്കെ. ഇത്തരത്തിൽ ഇവരുമായുള്ള ചർച്ചകളും ഒക്കെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചർച്ചയിൽ എന്തെങ്കിലും അയവുണ്ടാകുമോ? ആരൊക്കെയായിരിക്കും, ഏതൊക്കെ വകുപ്പുകളിലായിരിക്കും മന്ത്രിമാർ ഉണ്ടാവുക? വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രിമാരുടെ പൂർണ്ണ പട്ടിക ഗവർണർക്ക് കൈമാറാനായിരുന്നു UDFിൻ്റെ തീരുമാനം. എന്നാൽ ചില ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ചും കോൺഗ്രസിനകത്ത് ചില ചർച്ചകളുണ്ട്. അതുകൂടാതെ ടേം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇതുവരെയായും ഒരു ധാരണയിൽ എത്തിച്ചേർന്നിട്ടില്ല. ഒപ്പം ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിസ്ഥാനം വേണം. ഈ 3 കാര്യങ്ങളിലാണ് ഇപ്പോഴും ചർച്ച തുടരുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിനകത്ത് വയനാട് നിന്ന് 2 പേരുടെ പേരുകളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. IC ബാലകൃഷ്ണൻ്റെ പേരും ഒപ്പം ടി സിദ്ദിഖിൻ്റെ പേരും. ഇതിൽ ഒരാളെ മന്ത്രിയാക്കാം എന്ന് ഏകദേശം ധാരണയായിട്ടുണ്ട്. പക്ഷേ 2 പേർക്കും വേണ്ടി ഗ്രൂപ്പുകൾ വലിയ തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ KPCC എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ അന്തിമ തീരുമാനം വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധി തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതേസമയം നിലവിലെ മറ്റൊരു പ്രശ്നമായി നിൽക്കുന്നത് ജോസഫ് വിഭാഗത്തിന് 1 മന്ത്രിസ്ഥാനമാണ് നേരത്തെ നൽകിയിരുന്നത്. പോരാ, 2 മന്ത്രിസ്ഥാനം വേണം എന്ന നിലപാടാണ് ജോസഫ് ഗ്രൂപ്പ് പറയുന്നത്. പ്രധാനമായും അവർ പറയുന്നൊരു കാര്യം, നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് അവർക്ക് 9 സീറ്റുകൾ ലഭിച്ചിരുന്നു. അന്ന് ആ 9 സീറ്റുകളിൽ അവർ മത്സരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകി 7 സീറ്റുകളിൽ മത്സരിച്ചു. അതിൽ 7ഇടത്തും വിജയിക്കാനായി. അതുകൊണ്ട് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം. അതിൽ അവർ പ്രധാനമായി ഉന്നയിക്കുന്നത് മോൻസ് ജോസഫിന് എന്തായാലും മന്ത്രിസ്ഥാനം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം തോമസ് ഉണ്ണിയാടൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം വേണം എന്ന നിലപാട് തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. മാത്രവുമല്ല, നേരത്തെ അവർ പറഞ്ഞിരുന്നതനുസരിച്ച് അല്ലെങ്കിൽ ചീഫ് വിപ്പിൻ്റെ പദവി നൽകാമെന്നാണ്. ചീഫ് വിപ്പിൻ്റെ പദവി വേണ്ട എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ ആ വിഷയത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയായി അനൂപ് ജേക്കബിനും ഒപ്പം തന്നെ മണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം പങ്കുവച്ച് നൽകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. നിലവിൽ ആ പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ 3 വിഷയങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ടത്. ലീഗിലെ മന്ത്രിസ്ഥാനം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. RSP മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് അവസാന ധാരണയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. RSPയുടെ ഷിബു ബേബിചന്ദ്രനായിരിക്കും മന്ത്രി. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇനി അവശേഷിക്കുന്നത്. ഈ ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നിന്നും പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം എടുക്കുന്ന വകുപ്പുകൾ ധനവകുപ്പും ഒപ്പം തുറമുഖവുമാണ്. രണ്ടാമനായി രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ആഭ്യന്തരവും വിജിലൻസും നോക്കും. പിന്നീട് KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫിൻ്റെ വകുപ്പ് റവന്യൂ വകുപ്പാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പായ എക്സൈസ് കൈകാര്യം ചെയ്യുന്ന M ലിജു ആയിരിക്കും. അതിനെല്ലാം ഉപരിയായി ഇതുവരെയായിട്ടും മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ഒരു ധാരണ എത്തിച്ചേരാത്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹത്തിന് നേരത്തെ സ്പീക്കർ പദവി നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്നാൽ ചില ചർച്ചകളിലൂടെ വീണ്ടും അദ്ദേഹം സ്പീക്കർ പദവിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒപ്പം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഷാനിമോൾ ഉസ്മാൻ്റെ പേര് പരിഗണിച്ചിരുന്നു. എന്നാൽ അതിന് അപ്പുറത്തേക്ക് മന്ത്രിസ്ഥാനത്തേക്ക് കൂടി അവരുടെ പേര് പരിഗണിക്കുന്നുണ്ട്. എന്നാൽ അൻവർ സാദത്താണോ അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ വേണമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെയായും എത്തപ്പെട്ടിട്ടില്ല. നിലവിൽ ഇത്തരത്തിലുള്ള ചില തർക്കങ്ങളും ചർച്ചകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തന്നെയും കോൺഗ്രസിലെ മന്ത്രിമാരുടെ കാര്യത്തിൽ ഏകദേശം ധാരണയായി എന്ന് തന്നെ പറയാൻ കഴിയും. AP അനിൽകുമാറിൻ്റെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ, അതായത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം വിനോദസഞ്ചാര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. ഇത്തവണയും അദ്ദേഹത്തിന് വിനോദസഞ്ചാര വകുപ്പിൻ്റെ ചുമതല തന്നെ നൽകുമെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ഒപ്പം മുതിർന്ന നേതാവായ K മുരളീധരൻ, അദ്ദേഹത്തിന് ആരോഗ്യ വകുപ്പിൻ്റെ ചുമതലയാണ്. ആ ആരോഗ്യ വകുപ്പിൻ്റെ ചുമതല അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. റവന്യൂ വകുപ്പ് സണ്ണി ജോസഫിനായിരിക്കും. അങ്ങനെ കോൺഗ്രസിലെ ഒട്ടുമിക്ക മന്ത്രിമാരുടെ കാര്യത്തിലും ഏകദേശ ധാരണയായിട്ടുണ്ട്. ഇനി ചില തർക്കങ്ങൾ
പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. മന്ത്രിസഭയിലേക്ക് ആരൊക്കെ വരണം, ആരൊക്കെ ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിലാണ് അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ടേം വ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ CMPക്ക് ഇത്തവണ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ CP ജോണിനാണ് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചത്. CP ജോണിനെ രണ്ട് വകുപ്പുകൾക്കായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഒന്ന് ഗതാഗതം, രണ്ട് സഹകരണം. എന്നാൽ വകുപ്പുകൾ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. നിലവിൽ തർക്കം തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ വകുപ്പുകളുടെ പേരിൽ തർക്കം തുടരുകയാണെങ്കിൽ മന്ത്രിമാരുടെ ഒരു പട്ടിക തയ്യാറാക്കി അത് ഗവർണർക്ക് നൽകും. വകുപ്പുകൾ പിന്നീട് തീരുമാനിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിൽ ആലോചന നടക്കുന്നത്. എന്തായാലും വളരെ താമസമില്ലാതെ തന്നെ കോൺഗ്രസിലെ മന്ത്രിമാരെ ഉടൻ തീരുമാനിക്കപ്പെടാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ തടസ്സമായും തലവേദനയായി നിൽക്കുന്നത് ജോസഫ് വിഭാഗത്തിൻ്റെ കാര്യത്തിലാണ്. അവർ 2 മന്ത്രിമാർ വേണം എന്ന ആവശ്യത്തിൽ നിന്നും പിന്നോക്കം പോയിട്ടില്ല. ആ 2 മന്ത്രിമാരുടെ തന്നെ ലഭിക്കണം എന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ടേം വ്യവസ്ഥ അംഗീകരിക്കുവാൻ അനൂപ് ജേക്കബും മാണി സി കാപ്പനും തയ്യാറാകുന്നില്ല. ഈ 2-3 കേസുകളാണ് ഇപ്പോൾ UDFിൻ്റെ ഏറ്റവും വലിയ തലവേദനയായി നിൽക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. KPCC അധ്യക്ഷനും ഒപ്പം തന്നെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനുമൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും UDF മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ഔദ്യോഗിക പ്രഖ്യാപനം തന്നെ ഉടൻ തന്നെ ഉണ്ടാകും. ചില അസ്വാരസ്യങ്ങളൊക്കെ ഈ ഒരു മന്ത്രിസ്ഥാനം നിശ്ചയിക്കുന്ന കാര്യത്തിലും വകുപ്പുകളുടെ കാര്യത്തിലും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ടൈം വ്യവസ്ഥയൊക്കെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാണി സി കാപ്പനും അനൂപ് ജേക്കബും ഒക്കെ. അതേസമയം ജോസഫ് വിഭാഗം 2 മന്ത്രിമാർ വേണമെന്ന നിലപാടിലും ഉറച്ചു നിൽക്കുന്നു. എന്തായാലും കോൺഗ്രസിലും UDFിലും ഒക്കെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ 8 പേർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുമുണ്ട്. മന്ത്രിസ്ഥാനത്തായി T സിദ്ദിഖും IC ബാലകൃഷ്ണനും ഒക്കെ പ്രിയങ്കയുടെ നിലപാടും ഒക്കെ നിർണായകമാകും. എന്തായാലും ഉടൻ തന്നെ ഈ ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D ബിനോയാണ്. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമായി. PK കുഞ്ഞാലിക്കുട്ടി, PK